ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 31-ാമത്തെ സങ്കീർത്തനം. 24 തിരുവചനങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് കർത്താവ് എൻ്റെ സങ്കേതം, കർത്താവ് എൻ്റെ സംരക്ഷണം എന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ ആശ്രയിക്കുന്ന, വേദന അനുഭവിക്കുന്ന സങ്കീർത്തൻ്റെ മനോവികാര വിചാരങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. വേദനയുടെ സമയത്ത് ഒരു പ്രാർത്ഥനാ ഗീതമായിട്ട് നടത്തുന്നതാണ് ഈ സങ്കീർത്തനം. കർത്താവിൽ അഭയം കണ്ടെത്തിയ ഒരു മനുഷ്യൻ അവൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് അപേക്ഷിക്കുന്നു. അതിൽ നിന്നുള്ള രക്ഷ ലഭിച്ചപ്പോൾ അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനത്തിന് ക്ലേശങ്ങളുണ്ടാകുമ്പോൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ സഹായം അപേക്ഷിക്കണം എന്നുള്ളതാണ് സങ്കീർത്തകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദുഃഖദുരിതങ്ങൾ കാരണമാകുന്ന ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശക്തികളെ അല്ല നമ്മൾ കാണേണ്ടുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ്. അവിടുത്തെ സന്നിധിയിൽ വന്ന് വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സങ്കീർത്തകൻ നിരന്തരം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവേ, ഞങ്ങളുടെ ക്ലേശങ്ങൾ ഈ സമയങ്ങളിൽ ഞങ്ങൾ പ്രത്യാശയോടെ നിന്നിൽ ആശ്രയിക്കുവാനും നിന്റെ അടുത്തേക്ക് വന്ന് വിലപിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് തരണം. അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈശോ മിശിഹായിലൂടെ ദിവസവും ഞങ്ങളെ വഴി നടത്തണം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സകല വേദനകളും സമർപ്പിക്കുന്നു. അങ്ങിലാണ് ഞങ്ങളുടെ പ്രത്യുത്തരവും ആശ്രയവും. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.